ഹലോ ഗായ്സ്, അപ്പോൾ മഴയൊക്കെ എങ്ങനെയുണ്ട്? നമ്മളിത് നല്ല മഴയത്ത് നനഞ്ഞ് ഒരു പരുവായിട്ട് ഇത് പാർലർ വരെ വന്നതാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ആലപ്പുഴയിൽ എസ്സങ്കാലയിലുള്ള ഒരു പാർലറിലാണ്. നമ്മുടെ ലൈസ് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണ്. അതായത് നമ്മുടെ തലയിലെ ഈരും പേനും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രയോജനം എന്താണെന്നുള്ളത് നമുക്കും കൂടെ ഒന്ന് മനസ്സിലാവണമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ തുടക്കത്തിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈരൊക്കെ ഉണ്ടായിരുന്ന സെക്ഷനിൽ അത് സെക്ഷനായിട്ട് എടുത്ത് ഞാനെല്ലാം ഒന്ന് വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഹെയർ വാഷ് ആയിരുന്നു. ഹെയർ നല്ലപോലെ ഒന്ന് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് തലയിലെ ഡേർട്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു വെറ്റ് ഹെയറിലേക്കാണ് ഇവർ ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സ്മൂത്തനിങ്ങിനും സ്പായ്ക്കും ഒക്കെ താഴേന്ന് മുകളിലേക്ക് ക്രീം കൊടുക്കുന്ന ആ ഒരു മെത്തേഡിലാണ് ഇവർ ക്രീം അപ്ലൈ ചെയ്തത്. നമ്മൾ സ്മൂത്തനിങ്ങിന് ജസ്റ്റ് ക്രീം ഈ ഹെയറിൽ ഫുൾ അപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു തലയിലുണ്ടായിരുന്ന ഈരും പേനും എല്ലാം ഈ ഹെയറിലേക്ക് ഇവർ അപ്ലൈ ഒരു മയക്കത്തിന്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം ഒരുമാതിരി ജീവൻ ഇല്ലാത്ത പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. എനിക്ക് ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ടോ, പക്ഷെ ഒരു ഉറങ്ങിപ്പോയി എല്ലാവരും. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീം ഫുള്ള് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് വെച്ച് മടക്കി ഒന്ന് ടൈ ചെയ്ത് വെക്കുമായിരുന്നു. ഒരു കറക്റ്റ് ഒരു 3/4 മണിക്കൂറോളം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഓരോ സെക്ഷൻ ആയിട്ട് എടുത്ത് ചീകാൻ തുടങ്ങി. ചീകിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നി താഴേക്കും നല്ലപോലെ പെയിൻ താഴോട്ട് വീഴുന്നുണ്ടായിരുന്നു. അത് ഞാൻ താഴോട്ട് സൂം ചെയ്തെടുത്തത്, പക്ഷെ കുറേയൊക്കെ ക്ലിയർ ആവുന്നില്ലായിരുന്നു. പിന്നെ ടിഷ്യൂലോട്ട് എടുത്തപ്പോഴത്തേക്കും ഇത്രയും പെയിൻ ഉണ്ടായിരുന്നു. അത് ഒറ്റ ഇത് നമ്മൾ ചീകിയതിനകത്താണ് ഉണ്ടായിരുന്നത് ഇത്രവേ. അങ്ങനെ കുറെയൊക്കെ അവർ ആ ചീപ്പ് കൊണ്ട് തന്നെ ചീകി ഇറക്കി. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ലപോലെ ഹെയർ വാഷ് ചെയ്ത് ഇവർ ആ ക്രീം റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഈരിനെ ചീകി എടുക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇത് വെച്ചിട്ട് മുടി സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തിട്ട് നല്ലപോലെ ഈരിനെ ചീകി എടുക്കുന്നുണ്ടായിരുന്നു. സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഈര് മൊത്തം ഇങ്ങ് പോരുന്നുണ്ടായിരുന്നു. ഒരു 80-85% ഈര് റിമൂവ് ആയി. ഇതാണ് ലാസ്റ്റ് നമുക്ക് ചീകി കഴിഞ്ഞിട്ട് അവർ ടൈലിലിട്ട് അവർക്ക് ഫോട്ടോ എടുത്തതാണ് ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു തലേന്ന് നമ്മൾ റിമൂവ് ചെയ്ത പേനും ഈരും ഒക്കെ. ഇത് നമ്മുടെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഹെയർ ആണ്. നമ്മൾ ബിഫോർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ നമ്മൾ ആഫ്റ്ററും കൂടെ എടുത്തതാണ്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 95%ഓളം തലയിലുണ്ടായിരുന്ന ഈരും പേനും ഒക്കെ നല്ലപോലെ റിമൂവ് ആയിട്ടുണ്ട്. അക്കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ജിലാനിലോട്ടാണ് കേസ് വന്നത്. കാരണം ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു. വിശന്നിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് പുറത്താണെങ്കിൽ നല്ല മഴയും. അങ്ങനെ നേരെ വന്ന് നമ്മൾ വന്ന ടൈമിന് ഇവിടെ ഫ്രൈഡ് റൈസ് അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ ഫ്രൈഡ് റൈസ് പറഞ്ഞു, കൂടെ ഒരു ചില്ലി ചിക്കനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് വാങ്ങിച്ച സന്തോഷത്തിൽ ഞാൻ ഹാപ്പി, തലേന്ന് പേനെല്ലാം പോയ സന്തോഷത്തിൽ അവളും ഹാപ്പി. അങ്ങനെ എത്രയും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം പുറത്ത് നല്ല മഴയായിരുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും കയറുമ്പോൾ മഴ പെയ്യുന്നില്ല, റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല മഴ. അങ്ങനെ ഒരു കണക്കിന് നമ്മൾ ഫുഡൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.